ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഏത് കൊച്ചുകുട്ടിക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നോ ബേക്ക് ചോക്ലേറ്റ് മൂസ് കേക്കിന്റെ റെസിപ്പിയാണ്. ഈ ഒരു മൂസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇത് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിക്കൂസ് ഡൈൻ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു മൂസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് 3 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റിന് 10 രൂപയാണ്. 5 ബിസ്ക്കറ്റാണ് ഒരു പാക്കറ്റിലുള്ളത്. 15 ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. മൊത്തത്തിലൊരു 30 രൂപ വരും. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ബിസ്ക്കറ്റും ക്രീമും മാറ്റുന്നില്ല, ഒരുമിച്ച് തന്നെ ഇട്ടങ്ങ് പൊടിച്ചെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇതിപ്പോൾ ക്രീമും ബിസ്ക്കറ്റും കൂടെ പൊടിച്ചതുകൊണ്ട് ഇപ്പം തന്നെ കുറച്ചൊരു നനവുണ്ട്. എങ്കിലും ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ബോക്സോ ലഞ്ച് ബോക്സോ അല്ലെങ്കിൽ സ്നാക്സ് ബോക്സോ ഏതെങ്കിലും ആയാലും മതി, അതെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ 2 സൈഡിലും ഈ പ്ലാസ്റ്റിക് ഷീറ്റ് പുറത്തോട്ട് കിടക്കുന്ന തരത്തിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ബട്ടർ പേപ്പർ ഒന്നും എടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നെയ്യോ ബട്ടറോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. ഞാനിപ്പം കുറച്ച് നെയ്യാണ് ഗ്രീസ് ചെയ്യുന്നത്. ഞാനിതിലേക്ക് ഓറിയോ ബിസ്ക്കറ്റ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അമർത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് സെറ്റായി വരാനായിട്ടാണ്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഡാർക്ക് കോമ്പൗണ്ട് ആണിത്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറി മിൽക്ക് എടുത്താലും മതി. ഇനി അത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വെച്ച് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ബീറ്ററുള്ളവർ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യാം. വിസ്ക് ഉള്ളവർ വിസ്ക് വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ ചോക്ലേറ്റ് പ്രിപ്പയർ ചെയ്തതില്ലേ അത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ഇട്ട് കൊടുക്കാം. അത് വിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തോട്ടും. ഇതപ്പോൾ എല്ലാം എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂറൊക്കെ തന്നെ വെച്ചിരുന്നാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ ആ പാത്രത്തിലേക്ക് തന്നെ ഒരു 50 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 50 ഗ്രാം എന്ന് പറയുമ്പം അരക്കപ്പിലും കുറച്ചും കൂടെ വരും കേട്ടോ. ഇനി ഡാർക്ക് കോമ്പൗണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലത്തെ ഒരു ഡയറി മിൽക്ക് എടുത്താലും മതി. ഇതിപ്പോൾ ഒരു 50 ഗ്രാം ആണ് വരുന്നത്. ഇതിനിപ്പം 45 രൂപയാണുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് നമുക്ക് നേരത്തെ പോലെ തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ മതി. ഇനി ഇൻ കേസ് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തിക്കായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വിപ്പിംഗ് ക്രീം കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലോ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഒരുവിധം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു ഇളം ചൂടുണ്ട്, അത് മതി. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടും നന്നായിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. കണ്ട ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്താൽ മതി. നമുക്ക് പതുക്കെ ഒന്ന് ചെരിച്ചിട്ട് എല്ലാ സൈഡിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ 2 സൈഡിലേക്കും എക്സ്ട്രാ ആയിട്ടിട്ടുള്ള ഷീറ്റിൽ അത് പിടിച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് പൊക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. ഞാൻ പക്ഷേ സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഒന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ നോ ബേക്ക് ചോക്ലേറ്റ് മൂസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് 2 മിന്റ് ലീഫ് വെച്ച് കൊടുക്കാം. ഒരു ചെറിയും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് സിൽവർ പേഴ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്നും നിർബന്ധമുള്ള ഒരു കാര്യമൊന്നുമല്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇടുന്നേ ഉള്ളൂ. നമുക്കിനി 2ആയിട്ടൊന്ന് കട്ട് ചെയ്യാം.
അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് താഴത്തെ ആ ലെയർ കുറച്ചൊരു ഹാർഡ് ഉണ്ടോ എന്ന് തോന്നും, പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ആ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്ത് 4 പീസാക്കാണ്. ഇതിപ്പോൾ 4 പീസല്ല, 8 പീസ് വേണേ ആക്കാം. അതപ്പം 4 പീസാക്കി വെച്ചിട്ട് 4 പീസ് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, മിന്റ് ലീഫും ചെറിയൊക്കെ കൂടെ വെച്ചിട്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. ഇതിപ്പോൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, അത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയതെന്നൊന്നും. അടിയിലത്തെ ലെയർ ആണെങ്കിൽ ഒരു കേക്കിൻ്റെ ടെക്സ്ചറും അല്ല, ബിസ്ക്കറ്റിൻ്റെ ടെക്സ്ചറും അല്ലാത്ത ഒരു പരുവത്തിലുള്ള ഒരു ടെക്സ്ചറാണ്. പക്ഷെ അത് ഒരു ബിസ്ക്കറ്റാണെന്ന് എന്തായാലും പറയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നടുഭാഗത്തെ ആ ക്രീമും നേരത്തെ ആ ഒരു ഗനാഷും ഒക്കെ കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റ് മൂസ് കേക്കാണ്. ഈ മൂസ് കേക്ക് കഴിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു പീസ് എടുക്കുക, ഒരു കടി കടിക്കുക, വെക്കുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ ഒരു മൂസ് കേക്ക് കഴിക്കേണ്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ. പെട്ടെന്നൊക്കെ ഒരു ചോക്ലേറ്റ് കേക്ക് കഴിക്കണം തോന്നുമ്പോൾ കുട്ടികൾക്ക് തന്നെ വേണം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ നമുക്കിപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ബോർബോൺ ബിസ്ക്കറ്റ് ആയാലും മതി. ക്രീമുള്ള ബിസ്ക്കറ്റ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളതും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൂസ് ടൈം സ്പെഷ്യൽ റെസിപ്പി. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.